അബ്സ്കോണ്ടിങ് പ്രവാസികൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, കേൾക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് അബ്സ്കോണ്ടിങ്. എന്താണ് അബ്സ്കോണ്ടിങ്? അതെങ്ങനെയാണ് വരിക? അതെങ്ങനെ അറിയാം? എങ്ങനെ ഒഴിവാക്കാം? ഏതൊക്കെ തരത്തിലുള്ള അബ്സ്കോണ്ടിങ് ഉണ്ട്? വിസിറ്റ് വിസയിൽ അബ്സ്കോണ്ടിങ് എന്താണ്? അതെങ്ങനെ ഒഴിവാക്കാം? അതുപോലെ ലേബർ അബ്സ്കോണ്ടിങ്, ഇമിഗ്രേഷൻ വിസയിൽ അബ്സ്കോണ്ടിങ് തുടങ്ങി അബ്സ്കോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരം പ്രശ്നങ്ങൾ, വിഷയങ്ങൾ ഡീറ്റെയിൽ ആയി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് അബ്സ്കോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംശയം ശേഷിക്കാത്ത വിധം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാം. ഈ എക്സ്പ്ലെയിൻ എന്ന നമ്മുടെ ഈ ചാനൽ പ്രധാനമായും വിസ സംബന്ധമായ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ വിഷയത്തിലേക്ക് വരാം. എന്താണ് അബ്സ്കോണ്ടിങ് എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. യിൽ വിസയിലുള്ള ഒരാൾ, അത് വിസിറ്റ് വിസ ആവട്ടെ, കമ്പനി വിസ ആവട്ടെ, വീട്ടു വിസ ആവട്ടെ, ഫ്രീ സോൺ വിസ ആവട്ടെ, ഇവിടെ വിസയിൽ വന്ന ഒരാൾ ആ വിസ നൽകിയ സ്പോൺസറുടെ സമ്മതമില്ലാതെ, അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ, അദ്ദേഹത്തിൻ്റെ പരിധിയിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ നിന്നോ കമ്പനിയിൽ നിന്നോ ഒക്കെ ചാടിപ്പോകുന്നതിനെയാണ് ഇംഗ്ലീഷിൽ അബ്സ്കോണ്ടിങ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് നേരെ അർത്ഥം ചാടിപ്പോകുന്നത്, അറബിയിൽ ഹുറൂബ് എന്ന് പറയും. സൗദിയിലൊക്കെ ഈ ഒരു വാക്ക് ഹുറൂബ് എന്നാണ് അറിയപ്പെടുക. ഇവിടെ അബ്സ്കോണ്ടിങ് എന്ന വാക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. രണ്ടും എല്ലാം ഒന്ന് തന്നെയാണ്. ആക്ച്വലി ഇങ്ങനൊരു നിയമം ഇവിടെ സർക്കാർ കൊണ്ടുവന്നത്, നിങ്ങളൊരാളെ വിസിറ്റ് വിസയിൽ കൊണ്ടുവന്നു, എന്നിട്ട് ആ വിസിറ്റ് വിസക്ക് ഒരു പക്ഷേ 1 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ലോങ് ടേം വിസിറ്റ് ആണെങ്കിൽ 2 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവും. ഈ വാലിഡിറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾ വിസ പുതുക്കാതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുത്ത് തന്ന ട്രാവൽ ഏജൻറ് ഇല്ലേ, ആ ട്രാവൽ ഏജൻറ്റിൻ്റെ ഫയൽ സർക്കാർ ബ്ലോക്ക് ചെയ്യുക. അവർ പറയും, ഇവിടെ വിസിറ്റിന് വരുന്ന എല്ലാവരും സമയത്ത് വിസിറ്റ് പുതുക്കുകയോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ നാട്ടിൽ പോവുകയോ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ട്രാവൽ ഏജൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയും. അപ്പോൾ നിങ്ങളൊരു സമയത്ത് പുതുക്കിയില്ല, ഒരു പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ജോലി ആരെങ്കിലും ഓഫർ ചെയ്ത് അവിടെ വിസ പ്രോസസ്സ് ആവാൻ ഡിലേ ആവുന്നതിനൊക്കെ നിങ്ങൾ വിസിറ്റ് വിസ പുതുക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസ എടുത്ത് തന്ന ട്രാവൽ ഏജൻറ്റ് നിങ്ങളങ്ങനെ വിളിച്ചോണ്ടിരിക്കും, വിസിറ്റ് പുതുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറയും അവിടെ വിസ നടക്കുന്നുണ്ട്, എന്തെങ്കിലും കാരണം പറയും. പക്ഷേ ഈ ട്രാവൽ ഏജൻറ്റ് എന്ത് ചെയ്യും? ഒരു സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ വിസിറ്റ് പുതുക്കില്ലെങ്കിൽ നിങ്ങൾ അബ്സ്കോണ്ടിങ് ചെയ്യും. അതായത് നിങ്ങൾ ചാടിപ്പോയി, നിങ്ങൾ വിസിറ്റ് പുതുക്കണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കതൊരു അബ്സ്കോണ്ടിങ് ഫയൽ ചെയ്യും. അതാണ് വിസിറ്റ് വിസയിൽ അബ്സ്കോണ്ടിങ്. ഇനി കമ്പനി അബ്സ്കോണ്ടിങ് നോക്കാം. നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് വന്നു, ആ ജോലിക്ക് വന്ന ശേഷം നിങ്ങളുടെ അർബാബിനോട് ഫൈറ്റിംഗ് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ ഒരാഴ്ച ഡ്യൂട്ടിക്ക് പോകാതിരുന്നാലും നിങ്ങൾ ചാടിപ്പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങളെ ഓണർക്ക്, സ്പോൺസർക്ക് അല്ലെങ്കിൽ കഫീലിന് അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ലീഗലി ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്, നിങ്ങളെ ഒരാളെ വിസയിൽ ഇങ്ങോട്ട് കൊടുത്തു, വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ തൊഴിൽ വിസയിലോ കൊണ്ടുവന്നു, എന്നിട്ട് നിങ്ങളറിവില്ലാതെ അയാൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു, അയാൾ എന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ സ്പോൺസർ എന്ന നിലക്ക് നോർമലി നിങ്ങൾക്കൊരു തീർച്ചയായിട്ടും ഒരു ചോദ്യം വരും. നേരെ മറിച്ച് നിങ്ങൾ ഈ അബ്സ്കോണ്ടിങ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. കാരണം നിങ്ങൾ അറിവിലില്ല, ആൾ പുറത്ത് പോയി, അയാൾ എവിടെയെന്ന് എനിക്കറിയില്ല എന്ന രീതിയിൽ നിങ്ങൾ സർക്കാരിനോട് പറയുന്ന ഒരു പരിപാടിയാണ് അബ്സ്കോണ്ടിങ്. ലേബർ അബ്സ്കോണ്ടിങ്ങും എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ്ങും ഉണ്ട്. വിസിറ്റ് വിസൻ്റെ ആണെങ്കിൽ ഓൺലി എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ്. തൊഴിൽ വിസ ആണെങ്കിൽ ആദ്യം നിങ്ങൾക്കെതിരെ ലേബർ അബ്സ്കോണ്ടിങ് ഇട്ടാൽ മാത്രമാണ് എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് ഇടാൻ സാധിക്കുക. അപ്പോൾ ഇനി നമ്മൾ തൊഴിൽ വിസയിലുള്ള അബ്സ്കോണ്ടിങ്ങിനെ കുറിച്ച് ഒന്ന് ബേസിക്കായി മനസ്സിലാക്കാം. ലേബർ അബ്സ്കോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഈ പറയുന്ന അബ്സ്കോണ്ടിങ്ങിന് വിധേയമായി അവർക്ക് അബ്സ്കോണ്ടിങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വിസ പുതുക്കാനും പറ്റില്ല, കമ്പനി മാറാനും പറ്റില്ല, നാട്ടിൽ പോകാനും പറ്റില്ല, അങ്ങനൊരു തരം അവസ്ഥയായിരിക്കും. അപ്പോൾ ചില കമ്പനികളൊക്കെ പ്രതികാരം എന്ന രീതിയിലൊക്കെ ലേബർ അബ്സ്കോണ്ടിങ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു എന്ന് ഈ ലേബർ വിഭാഗത്തിന് മനസ്സിലായാൽ 10,000 ദിർഹംസ് വരെ ഫൈൻ ഇടാനുള്ള വകുപ്പുണ്ട്. അത് പല കമ്പനികൾക്കും അറിയില്ല. എനിവേ, തൊഴിലാളികളായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പേടിച്ചിട്ട് പല കമ്പനികളും ഇതുപോലെ തൊഴിലാളികൾക്കെതിരെ അബ്സ്കോണ്ടിങ് ഇടാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കമ്പനി അബ്സ്കോണ്ടിങ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ലേബർ അബ്സ്കോണ്ടിങ് ആണെങ്കിൽ നേരെ നിങ്ങൾ തസ്ഹീൽ പോയിട്ട് അല്ലെങ്കിൽ 80084 എന്ന ലേബർ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് അബ്സ്കോണ്ടിങ് റിമൂവൽ റിക്വസ്റ്റ് ഇടണം. ഓക്കെ, അബ്സ്കോണ്ടിങ് റിമൂവൽ റിക്വസ്റ്റ്. ഈ റിക്വസ്റ്റ് ഇട്ടാൽ ലേബറിന് നിങ്ങളെ സ്പോൺസറെ അവിടുന്ന് വിളിക്കും, നിങ്ങളെയും വിളിക്കും, എന്നിട്ട് എന്താണ് കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പോൾ നിങ്ങൾ അബ്സ്കോണ്ട് ആയിട്ടില്ല, എന്നോട് എൻ്റെ ബോസ് പറഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോകാതിരുന്നത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അവർ അബ്സ്കോണ്ടിങ് റിമൂവ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബോസ് നിങ്ങളോട് പറയണം ഒരാഴ്ച നീ റൂമിലിരുന്നോ, ഞാൻ പറയുമ്പോൾ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ റൂമിലിരുത്തിയിട്ട്
ഒരാഴ്ച ഡ്യൂട്ടിക്ക് വന്നില്ലെങ്കിൽ അബ്സ്കോണ്ടിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്പോൺസർ വരാൻ ഡ്യൂട്ടിക്ക് വരണ്ടെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു ഇമെയിലോ അല്ലെങ്കിൽ വാട്സപ്പിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിടും നല്ലതാണ്. നാളെ പിറ്റേന്ന് നിങ്ങൾ ഡ്യൂട്ടിക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ ഇത് തെളിവായിട്ട് ഇൻക്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലേബർ നിങ്ങളെ വിളിച്ചു, ലേബർ അബ്സ്കോണ്ടിങ് റിമൂവൽ ചെയ്ത്. പക്ഷേ അവിടെ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ മുതലാളി പറഞ്ഞു നിങ്ങളുടെ ഡ്യൂട്ടിക്ക് വരണ്ട, അങ്ങനെ ഡ്യൂട്ടിക്ക് വന്നില്ല. അതല്ലെങ്കിൽ മുതലാളിയുമായി എന്തെങ്കിലും ഫൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുതലാളിയോടുള്ള ദേഷ്യത്തിന് ഡ്യൂട്ടിക്ക് പോവാതിരുന്നാൽ, ഞാൻ പറയുന്നു ഇവിടെ ജോലിക്ക് വന്ന ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഒരാൾ വിസയിലിരിക്കെ അയാളറിയാതെ അയാളുടെ സമ്മതമില്ലാതെ ഡ്യൂട്ടിക്ക് പോവാതെ റൂമിലിരുന്നാൽ നിങ്ങൾ അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഫയൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വർഷത്തിന് മുന്നെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ മുതലാളിയോട് പറയാതെ നിങ്ങൾ ലീവ് എടുത്തു, അങ്ങനെ അബ്സ്കോണ്ടിങ് ആയി ലേബറിൽ പരാതി പോയാൽ ഒരു വർഷത്തിന് മുന്നേ ആണെങ്കിൽ നിങ്ങളെ വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 മാസത്തെ ലേബർ ബാൻ വരാൻ സാധ്യതയുണ്ട്. അത് നല്ല ശ്രദ്ധിക്കണം. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അബ്സ്കോണ്ടിങ് ആവാതെ നോക്കുക. അതായത് ഡ്യൂട്ടിക്ക് വരണ്ടെന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നേരെ റൂമിലിരിക്കാതെ ഡ്യൂട്ടിക്ക് വരാത്തത് നിങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് മുതലാളിയെ അറിയിക്കുന്നൊരു മെസ്സേജ് അയച്ചിടാം. രണ്ടാമത് ഈ വാഷിംഗ് ഇതൊക്കെ ഉണ്ടല്ലോ, ഈ നാട്ടിലെ സ്വഭാവം, ആ ഒരു കളി കളിച്ചിട്ട് ഇവിടെ ഡ്യൂട്ടിക്ക് പോവാതിരിക്കുന്ന ആളുകളറിയാം നിങ്ങളുടെ കുഴി തോണ്ടുന്ന സ്വഭാവമാണ് ഇവിടെ എടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഡ്യൂട്ടിക്ക് പോകാതിരുന്നാൽ നിങ്ങളുടെ ഫയൽ ബ്ലോക്ക് ആവും. പിന്നെ അയാളെ കാല് പിടിച്ചാലേ പിന്നെ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി വേറെ പ്രശ്നമുണ്ട്. ലേബറിൽ നിങ്ങൾ അബ്സ്കോണ്ടിങ് ചെയ്തു, ആ അബ്സ്കോണ്ടിങ് സമയത്ത് റിമൂവ് ആയില്ലെങ്കിൽ പിന്നെ അവർക്ക് എമിഗ്രേഷനിലും അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റും കമ്പനികൾക്ക്. അങ്ങനെ അബ്സ്കോണ്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, എമിഗ്രേഷൻ അബ്സ്കോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അബ്സ്കോണ്ടിങ് ചെയ്ത കമ്പനിയുടെ NOC ഉണ്ടെങ്കിൽ മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ വിസിറ്റ് വിസേൻ്റെ കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ, വിസിറ്റ് വിസയിൽ അബ്സ്കോണ്ടിങ് വന്ന ആൾക്കാർക്ക് അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിസിറ്റ് എടുത്ത ട്രാവൽ ഏജൻറ്റിൻ്റെ NOC ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അവർ വിസിറ്റ് അബ്സ്കോണ്ടിങ് ആയിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഫീസ് കൊടുക്കേണ്ടി വരും. 4000 ദിർഹംസോളം പല കമ്പനികളും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസിറ്റ് വിസയിൽ വന്ന ആൾക്കാർ എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ആ സമയത്തിന് എക്സ്പയർ ആയ ഉടനെ അത് പുതുക്കാനുള്ള പരിപാടികൾ നോക്കുക. അതുപോലെ പുതുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സാമ്പത്തികമായ പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാട് പിടിക്കുക. അല്ലെങ്കിൽ ഇവിടെ അബ്സ്കോണ്ടിങ് ആയി കഴിഞ്ഞാൽ നാട്ടിൽ 1,00,000 രൂപയോളം ചിലവ് വരും. ആ ചിലവ് താങ്ങാൻ കഴിയാതെ പിന്നെ ലാസ്റ്റ് നാട്ടിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് പാസിൽ പോകാൻ പറ്റും, പക്ഷെ തിരിച്ച് ഒരിക്കലും ലൈഫ് ടൈം വരാൻ പറ്റില്ല. രണ്ടാമത്തെ റിസ്ക്, വിസിറ്റ് വിസയിൽ അബ്സ്കോണ്ടിങ് ആയ ആൾക്കാരെ വഴിയിൽ നിന്നൊക്കെ പോലീസ് ചെക്കപ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ കയറ്റി വിടും. ഒരു ദയാദാക്ഷൻ ഉണ്ടാവില്ല. അബ്സ്കോണ്ടിങ് ആവുക എന്നുള്ളത് ഇവിടെ അത്രയും വലിയ തെറ്റായിട്ട് ഇവർ കാണുന്നു. കാരണം ഈ വിസിറ്റ് വിസയിൽ വന്നുകൊണ്ട് ചാടിപ്പോയിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിയമങ്ങളെ എല്ലാവർക്കും ഒന്നിച്ചാണ് അവർ അപ്ലൈ ചെയ്യുക. മലയാളീസ് പൊതുവെ അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്യില്ല. പക്ഷേ അബ്സ്കോണ്ടിങ് ആയി ഇവിടെ ഇങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് 2025 ജനുവരി 1 മുതൽ ഈ വിഷയത്തിൽ സർക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം 2024 സെപ്റ്റംബർ 1 മുതൽ 2024 ഡിസംബർ 31 വരെ ഇവർ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് ഓവർ സ്റ്റേയുള്ള ആളുകൾക്ക് ഫൈനില്ലാതെ നാട്ടിൽ പോകാനുള്ള വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം ഇവിടെ ഓവർ സ്റ്റേ ആയി നിൽക്കുന്ന, അനധികൃതമായി നിൽക്കുന്ന ആളുകളെ മൊത്തം അവർ ശക്തമായ രീതിയിൽ നേരിടുന്നുണ്ട്. നേരെ കയറ്റിവിടും, പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. വിസിറ്റിംഗ് വിസയിൽ ഓവർ സ്റ്റേ ആവാതിരിക്കുക. രണ്ടാമത്തെ വിഷയം, കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റൂമിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയണ കേട്ടിട്ട് പല ആളുകളും കമ്പനിക്കെതിരെ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പരാതി കൊടുക്കും. ഞാൻ പറയുന്നത് ലേബർ എന്ന വിഭാഗം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ലേബറിൽ പരാതി കൊടുക്കൽ ഒരു അവസാനത്തെ ഓപ്ഷനായിട്ട് കാണാം. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ നേരെ പോയി ലേബറിൽ കംപ്ലയിൻറ്റ് ചെയ്യാതെ നിങ്ങൾ ഒരു മുതലാളിയുമായൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, അല്ലെങ്കിൽ കഫീലുമായൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നിങ്ങൾ സംസാരിച്ച തീരുമാനമാണില്ലെങ്കിൽ നിങ്ങളെ ബ്രദേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരെങ്കിലും, അതല്ലെങ്കിൽ KMCC ICF പോലെയുള്ള സംഘടനകളെ നിങ്ങളെ ഏരിയയിലുള്ള ആളുകളെ ബന്ധപ്പെടുത്തി അവരെയും കൂട്ടിയിട്ട് നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ആകാൻ പറ്റും. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, വാശി, അതുപോലെ തറവാട് മഹിമ, അതുപോലെ കാൻപോരിമ, ഇത്തരം അസുഖമുള്ള ആളുകളൊന്നും ഒരിക്കലും ദുബായിക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. റൂമിൽ പ്രശ്നം, കമ്പനിയിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അത്ര ഈഗോ ഉള്ള ആളുകൾ, ഭയങ്കര ഈഗോ ഉള്ള ആളുകളൊക്കെ നാട്ടിൽ തന്നെ നിൽക്കണം ഏറ്റവും നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കമ്പനികളുമായി കളിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പണി തരും. പിന്നെ അവർ പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ അബ്സ്കോണ്ടിങ് ആയി ചൊറയും. മാന്യമായി രാവിലെ പണിക്ക് പോവുക, തിരിച്ചു വരിക.
അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന കളികളൊക്കെ കളിക്കാന്നുണ്ടെങ്കിൽ നാട് വേറാണ്, നിയമം സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് പണി കിട്ടും. അപ്പോൾ പിന്നെ കാര്യം ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ ട്രാവൽ ബാനുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു, ട്രാവൽ ബാനായിട്ട് നാട്ടിൽ പോകാൻ കഴിയാതെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അബ്സ്കോണ്ടിങ് ആയിട്ട് കമ്പനികൾ അബ്സ്കോണ്ടിങ് ചെയ്തിട്ട് എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് ചെയ്യുന്ന സമയത്ത് അറിയാലോ, അവർക്ക് എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ വേണം. കമ്പനീൻ്റെ ലെറ്റർ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ അധികം ആളുകളും വിസൻ്റെ എക്സ്പെൻസാണ് ചോദിക്കുക. 7,000-ഓളം ദിർഹംസ് ചോദിക്കുക. തന്നാൽ എമിഗ്രേഷൻ അബ്സ്കോണ്ട് റിമൂവ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ പൈസ കൊടുക്കാനില്ലാത്ത പേരിൽ എമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് ആയി നാട്ടിൽ പോകാൻ കഴിയാതെ നിൽക്കുന്ന, കമ്പനി മാറാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് ഇതൊക്കെ ഇത്രയും സ്ട്രിക്റ്റാണ്, ഇത്രയും ചൊറയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പരമാവധി വസ്സുൽഹു ഖൈർ എന്നുള്ളൊരു ഖുറാനിക ആയത്തുണ്ട്. നമ്മൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇവിടെ പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ജോലി മാറ്റത്തിൻ്റെ സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ആളൊരു കമ്പനി ജോലിക്ക് കയറുമ്പോൾ 2 വർഷമാണ് ആ ജോലിയുടെ കാലാവധി അല്ലേ. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഒരു വർഷത്തിന് മുന്നൊക്കെ പോകുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് വിസ എക്സ്പെൻസ് മേടിക്കണില്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും, ഞങ്ങൾ നിനക്ക് വേണ്ടി 7,000 ദിർഹംസ്, നാട്ടിൽ 1.5 ലക്ഷം ദിർഹംസോളം ചിലവാക്കി. അങ്ങനെ ചിലവാക്കിയിട്ട് ഇപ്പോൾ നീ നിൻ്റെ സുഖം മാത്രം, അല്ലെങ്കിൽ നിൻ്റെ സാലറി ഹൈക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടത്തിന് നികത്താതെ നീ പോകരുത് എന്നവർ പറയും. ലീഗലി വിസ എക്സ്പെൻസ് കൊടുക്കേണ്ട കമ്പനിയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അബ്സ്കോണ്ടിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഇവിടെ പൊതുവെ ഉണ്ടാകുന്ന സംഭവം. നമ്മൾ നിയമങ്ങൾ പറയണം, അതോടൊപ്പം നാട്ടു നടപ്പും പറയണം. അപ്പോഴേ ഈ പറയുന്ന വർത്താനം പൂർത്തിയാവുള്ളൂ. നിയമപ്രകാരം കമ്പനിയാണ് വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടത് എന്നൊരു സംശയമില്ല. പക്ഷേ ചില കമ്പനികൾ അവരുടെ കോൺട്രാക്റ്റിൽ ഒരു വർഷത്തിന് മുന്നേ പോവുകയാണെങ്കിൽ 6,000-7,000 ദിർഹംസൊക്കെ ട്രെയിനിങ് ഫീസായിട്ട്, വിസ എക്സ്പെൻസ് അല്ല, കാരണം വിസ എക്സ്പെൻസ് വാങ്ങാനുള്ള നിയമം ലേബറില്ലാത്തതുകൊണ്ട് ട്രെയിനിങ് ഫീസായിട്ട് ഒരു നിശ്ചയ എമൗണ്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്പനി ഒരു വർഷത്തിന് മുന്നേ മാറാമെന്നുണ്ടെങ്കിൽ തന്നെ ട്രെയിനിങ് ഫീസായിട്ട് ഇത്ര എമൗണ്ട് എഴുതിക്കണം നോക്കുക. അതുപോലെ നിങ്ങളെ കോൺട്രാക്റ്റിൽ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം സെയിം ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് കോൺട്രാക്റ്റിൽ കണ്ടീഷൻ ഉണ്ടാ നോക്കുക. അങ്ങനെയുള്ള ആളുകളും ഒരു വർഷത്തിന് മുന്നേയൊക്കെ ക്യാൻസൽ ചെയ്താൽ, അല്ലെങ്കിൽ 2 വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത് സെയിം ഫീൽഡിൽ വിസ പാസ്സാവാൻ ചിലപ്പോൾ പാടാണ്. അത്തരം 2 കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട നിങ്ങൾ സംശയമുണ്ടെങ്കിൽ സാലറി കോൺട്രാക്റ്റ് കോപ്പി എടുക്കാനും അതുപോലെ അതിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്പോൺസറായിട്ടുള്ള റാക്ക് ടൈപ്പിംഗ് സർവീസ്, അവരുടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൻ്റെ കോപ്പി, അറിയാത്ത ആളുകൾക്ക് കേട്ടോ, അറിയുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അറിയാത്ത ആളുകൾക്ക് അവരുടെ സാലറി കോൺട്രാക്റ്റിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും. അതുപോലെ അതിലെ കണ്ടീഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നൊരു സർവീസ് ഇവർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് ചിലപ്പോൾ ഒരു ചെറിയൊരു ടൈപ്പിംഗ് ചാർജ് മേടിച്ചെന്ന് വരും. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. റാക്ക് ടൈപ്പിംഗ് സർവീസ്, വിസ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാം. സോ നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറയുന്നത്, കമ്പനിയിൽ നിന്ന് നിങ്ങളിങ്ങനെ മാറുന്ന സമയത്ത് കമ്പനിയാണ് വിസ എക്സ്പെൻസ് കൊടുക്കേണ്ടെങ്കിലും 2 വർഷത്തിന് മുന്നേ മാറുന്ന സമയത്ത് ഈ കമ്പനികൾക്ക് ഈ പറയുന്ന പോലെ അവരെ വിസ എക്സ്പെൻസ് അവർ കവർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ആ സമയത്ത് ഞാൻ പറയുന്ന വിസ എക്സ്പെൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത് ലീഗലെങ്കിലും അവരായിട്ടൊരു സമവായത്തിൽ ഇറങ്ങുന്നതാണ് നല്ലത്. കാരണം ഞാൻ എൻ്റെ ടൈപ്പിംഗ് സെൻറ്ററിൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രായം ലെക്കാക്കി വന്നു. അയാൾക്ക് ഏകദേശം 55 മേലെ ഉണ്ടെങ്കിലും ഉള്ളൂ. അയാൾ സി വി അടിക്കുക. ഞാൻ ഇത്ര ഈ പ്രായത്തിൽ നിങ്ങൾ എന്താ സി വി അടിക്കുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അവനെ ഞാൻ ആയ കാലത്ത് അക്കരപ്പച്ച കണ്ട് കാണുമ്പോൾ ചാടി കളിച്ചു, എനിക്ക് പിന്നെ എവിടെ എത്താനായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ നഷ്ടം വരുത്തിയിട്ട് നമ്മളങ്ങനെ വേറെ കമ്പനി മാറുക. ഓക്കെ, നമ്മുടെ പുരോഗതി, സാലറി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ മാറണം കേട്ടോ, മാറാതെ എല്ലായിടത്തും എല്ലാ സമയത്തും ഇരിക്കണം എന്നല്ല. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ട് മാറുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ ഈ അഭിപ്രായം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ട് പല ആൾക്കാരും എന്നെ വിമർശിച്ചു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു കമ്പനിയിൽ വന്നു, അവിടെ ഒരു 6 മാസം ജോലി ചെയ്ത് അവിടെ നമുക്ക് പറ്റണില്ല, അവിടെ നിന്ന് മാറി. ഓക്കെ, മുതലാളിമാർ നിങ്ങളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാലറി തരുന്നില്ലെങ്കിൽ അത് വേറെ വിഷയം. എല്ലാം നിങ്ങൾ പറഞ്ഞ അതേ സാലറി ഉണ്ട്. പിന്നെ എന്നിട്ടും നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അവരൊരു ഒരു ഒരു അങ്ങനെ ഒരു കർമ്മ എന്നൊക്കെ സംഭവം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ റൂളല്ല, ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കമ്പനിക്ക് നമ്മൾ മാറുന്ന സമയത്ത് നിലവിലെ കമ്പനിയുമായി നമ്മളൊരു സമവായത്തിൽ എത്തിയിട്ട് മാറുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. അത് എത്ര ഉള്ളൂ, അതിൽ കൂടുതലും പറയണ്ട. ഓക്കെ, രണ്ടാമത് പിന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കമ്പനിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നേരത്തെ മാറുന്ന സമയത്ത് മുതലാളിമാർക്ക് പൈസ നമ്മൾ കൊടുക്കൂല എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഇതുപോലെ
അബ്സ്കോണ്ടിങ് ചെയ്യും. അതൊരിക്കലും ലീഗലല്ല. അങ്ങനെ പ്രതികാരം എന്നുള്ള ആൾക്ക് അബ്സ്കോണ്ടിങ് ചെയ്യാൻ പാടില്ല. പക്ഷേ അവരുടെ ഫേവർ നഷ്ടപ്പെട്ടാൽ, അങ്ങനെ ഈ ഫേവർ നഷ്ടപ്പെടാനുള്ള സംഭവം ഉണ്ടല്ലോ, അവർക്ക് നമ്മളോട് താല്പര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതുപോലെ പരമാവധി ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ആൾക്കാർ കമ്പനികൾ നിങ്ങളെ വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം ഇങ്ങനെ വേസ്റ്റായി, 2 മാസത്തെ സമയം വേസ്റ്റായി, 2 മാസം ശമ്പളം പോലെ. അതുകൊണ്ട് പരമാവധി അങ്ങനത്തെ സ്വഭാവമുള്ള കമ്പനിക്കാരെ നന്നാക്കാൻ ശ്രമിക്കാതെ, അവർക്കെതിരെ പരാതി കൊടുത്തിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിക്കാതെ ഒരു സമവായത്തിലെത്തിയിട്ട് നിങ്ങൾ ഇപ്പോൾ അവരൊരു 5000 വിസ എക്സ്പെൻസ് വേണമെന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ ഒരു 2000 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സംസാരിച്ച് കണ്ടൊക്കെ അങ്ങനെയൊക്കെ ഒരു തൃപ്തിയോട് കൂടി പിരിഞ്ഞു പോകാന്നുള്ളതാണ്. ഈ തല്ലൂടി പോയിട്ട് ഒരു കാര്യമില്ല. മാത്രമല്ല എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ലേബറിലൊക്കെ സ്ഥിരമായി കണ്ടിട്ടൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്താൽ നിങ്ങളെ ഹിസ്റ്ററിയിൽ അത് കിടക്കും, ലേബർ ഹിസ്റ്ററിയിലൊക്കെ കിടക്കും. ചില ആളുകളൊക്കെ നോക്കും. ഞാൻ പറയുന്നത് ലേബർ എന്നുള്ള സംവിധാനം നമുക്ക് വേണ്ടി നമ്മളെ തൊഴിലാളികളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ പോലും അവരോടൊരു കാര്യം പറയുമ്പോൾ അവർ എല്ലാ ഭാഗം നോക്കും. നിങ്ങൾ എന്തെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ, പണിയെടുക്കാതെ ഒരു മടിയനാണോ, അല്ലെങ്കിൽ അങ്ങനെ പല സംഭവം. അതൊക്കെ കമ്പനികൾ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി പറഞ്ഞാൽ നിങ്ങൾ പണിയെടുക്കണില്ല, അങ്ങനെയൊക്കെ വ്യാജ പരാതി കൊടുത്താൽ പോലും ലേബറിനത് തെളിയിക്കാൻ അവർ നിങ്ങളെ കുറിച്ച് ആ രീതിയിലായിരിക്കും പിന്നെ വിധികൾ വരിക. ഒന്ന് ആലോചിക്കും, മലയാളം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട്, മുതലാളികളും മലയാളികളാണ്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് തീരുമാനത്തെ വിഷയം വേറെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ കാര്യം ലേബറിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ വിഷയത്തിൽ എന്തെങ്കിലും വന്നാലൊക്കെ ഒരു പക്ഷേ ഞാൻ പറയുന്ന ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് മാത്രം വിധിക്കുന്ന സംവിധാനം. ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങളേതെങ്കിലും കസ്റ്റമർക്ക് വിളിക്കുമ്പോൾ ഒരു പക്ഷേ അവർ പെട്ടെന്ന് നോക്കും. ലേബർ അങ്ങനെയല്ല. 80084 ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ലേബർ കസ്റ്റമർ കെയർ പ്രത്യേകം അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറേ നേരം നമ്മൾ എത്ര പറയാണ്ടെങ്കിലും അത് ഫുള്ള് കേട്ടിരിക്കും. നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കണമെങ്കിലും അവരോട് പറഞ്ഞാൽ മലയാളം സ്റ്റാഫിനെ അവർ നമുക്ക് ഇങ്ങോട്ട് വിളിക്കും. അവരോട് 1 മണിക്കൂറോ വേണമെങ്കിൽ കുറേ സംസാരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ ക്ഷമയോടെ കേട്ടിരിക്കും. കാരണം എൻ്റെ അഭിപ്രായത്തിലൂടെ ഷെയ്ഫന്മാരുടെ റൂളേഴ്സ് സ്പെഷ്യലായിട്ട് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി അവരോട് അങ്ങനെ പറഞ്ഞായിരിക്കും. പാവപ്പെട്ട തൊഴിലാളികൾ നിങ്ങൾ കേൾക്കണം, അനീതി പാടില്ല എന്ന് അവർക്ക് റൂളിങ് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ കേൾക്കുന്നു. പരമാവധി നമുക്ക് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. മാഷാ അല്ലാഹ്, അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന, അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലവൻസിലെ സർവീസ് മണി എത്ര കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലേബറിൽ വിളിച്ചാൽ മതി. നേരെ പാസ്പോർട്ട് നമ്പർ പറഞ്ഞു കൊടുക്കുക, അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സർവീസ് മണി കിട്ടാണ്ട്. അങ്ങനത്തെ സംശയം ഇപ്പം ലേബർ പരമായിട്ട് എന്ത് സംശയം ഉണ്ട് നോക്കുക. 80084 വിളിച്ചിട്ട് സംശയങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റ് അവർ പറഞ്ഞുതരും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. അബ്സ്കോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ തുടങ്ങിയത് വേറെ സ്ഥലത്താണെങ്കിലും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ ലേബർ അബ്സ്കോണ്ടിങ് ആണെങ്കിൽ നേരെ തഹ്സീൽ പോവുക, അല്ലെങ്കിൽ 80084 എന്ന നമ്പറിൽ വിളിച്ചിട്ട് അത് റിമൂവ് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യുക. ഇനി അബ്സ്കോണ്ടിങ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് ടൈപ്പിംഗ് സെൻറ്റർ പോയി അറിയാൻ പറ്റും. അല്ലെങ്കിൽ മൊഹറ ആപ്പിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ UiPath വെച്ച് ലോഗിൻ ചെയ്താൽ അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കാണിക്കും യു ഹാവ് റൺ അവേ കംപ്ലയിൻ്റ് എന്ന്, അല്ലെങ്കിൽ അബ്സ്കോണ്ടിങ് സ്റ്റാറ്റസ് എന്ന് കാണിക്കും. അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ലേബർ അബ്സ്കോണ്ടിങ് ഉണ്ടെങ്കിലാണ് നോർമലി കമ്പനി വിസയ്ക്ക് ഇമിഗ്രേഷൻ അബ്സ്കോണ്ടിങ് വരാറുള്ളൂ. ഇനി വിസിറ്റ് വിസയിൽ അബ്സ്കോണ്ടിങ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ടൈപ്പിംഗ് സെൻറ്ററിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ